പ്രിയ സുഹൃത്തെ, ഇപ്പം താങ്കൾക്ക് ഇപ്പോൾ ഒരു കാറുണ്ട്. ഈ കാറൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അതായത് താങ്കളുടെ ഒരു കാറൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആഗ്രഹം വന്ന സമയത്ത് ഇപ്പം താങ്കൾ അല്ലെങ്കിൽ ഇപ്പം ഓൾമോസ്റ്റ് ഒരു മിക്കവരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവർ നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാലറി ഇപ്പം എത്ര ഉണ്ടെന്ന് നോക്കും. ഈ സാലറിക്ക് ഈ കാറ് മേടിക്കാനുള്ള EMI അഫോർഡബിൾ ആണോ എന്ന് നോക്കും. ഇത് അഫോർഡബിൾ ആണെങ്കിൽ നേരെ പോയി നമ്മൾ ആ ഒരു കാർ വാങ്ങും. അതായത് മലയാളികളായിട്ടുള്ള മെജോറിറ്റി ഒരു 80 to 90% ആൾക്കാർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. ഈ കാറിനെ മാത്രമല്ല, ഈ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ട്രിപ്പ് പോകണം, ഒരു ഫോറിൻ ട്രിപ്പ് പോകണം, ഈ തരത്തിലുള്ള എന്ത് കാര്യം വരുന്ന സമയത്തും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മൊബൈൽ ഫോൺ, ഇപ്പോൾ ഐഫോൺ, ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഐഫോൺ ഉണ്ട്, പക്ഷെ പുതിയൊരു മോഡൽ ഇറങ്ങി. ആ സമയത്ത് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരെ നോക്കുന്നത് ഈ സാലറിയിലേക്കായിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിന് പകരം നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ മാനേജ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നിരവധി പേർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. Once again, welcome back to the Thomichen Tips, powered by Dias Invest. My name is Prince and Dias. Thomichen Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിലെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ തോമിച്ചൻ്റെ ജീവിതത്തിലേക്ക് തന്നെ പോവാം. ആദ്യം നമുക്ക് ജോസിച്ചനെ നമുക്ക് എടുക്കാം. ഇദ്ദേഹം ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മൾ ഓരോരുത്തരെയും നിങ്ങൾ ഓരോരുത്തരെയും റെപ്രസെൻറ്റേറ്റ് ചെയ്താണ് ജോസിച്ചൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വരുമാനം ഏൺ ചെയ്യുന്നുണ്ട്. അതായത് മേക്കിംഗ് മണി, ഇദ്ദേഹം വരുമാനം ഏൺ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ജോലി ചെയ്തിട്ട് വരുമാനം ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ആക്റ്റീവ് ഇൻകം. അതായത് ഇദ്ദേഹത്തിന്റെ സമയം കഴിവെല്ലാം കൊടുത്തിട്ട് ഏൺ ചെയ്യുന്ന ഇൻകമാണ്. നാളെ ഇദ്ദേഹത്തിന് സമയമോ കഴിവോ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതോടെ ഇവിടെ വരുമാനം ഇല്ലാതാവും. ഇദ്ദേഹത്തിന്റെ വരുമാനം വരുന്നത് 1.5 lakh പെർ മന്ത്, അതായത് 1.5 ലക്ഷം രൂപ ഒരു മാസം ഇദ്ദേഹത്തിന് വരുമാനമുണ്ട്. ഇനി ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ചെലവുണ്ട്, എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ അതായത് സ്പെൻഡിങ് മണി. ഈ സ്പെൻഡിങ് മണി നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് രീതിയിലാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ നോർമൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, യൂട്ടിലിറ്റി ബില്ല്, പിന്നെ ചൈൽഡ് എഡ്യൂക്കേഷൻ, ഇതെല്ലാം നോർമൽ എക്സ്പെൻസ് ആണ്. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടി ഏകദേശം ഒരു 1 lakh പെർ മന്ത് ഇദ്ദേഹത്തിന് കോസ്റ്റ് വരുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പൊ നിലവിൽ ഇദ്ദേഹത്തിന് ഒരു ബെലോനോ കാറുണ്ട്, അതായത് ഒരു 10 ലക്ഷം രൂപയുടെ വണ്ടിയുണ്ട്. അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം, അതായത് ഒരു ഇനോവയിലേക്ക് മാറ്റണം. അത് ഏകദേശം ഒരു 22 ലക്ഷം രൂപയോളം വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഇദ്ദേഹത്തിന് വന്ന സമയത്ത് ഇദ്ദേഹം ആദ്യം നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 10-20 ലക്ഷം രൂപ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര EMI വരും എന്ന് നോക്കും. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ കാറ് വാങ്ങാൻ വേണ്ടി ഏകദേശം ഒരു 30,000 രൂപ ഒരു 7 വർഷത്തേക്ക് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-30,000 രൂപ EMI വരും എന്ന് മനസ്സിലായി. അപ്പൊ ഇദ്ദേഹം ഇവിടെ നോക്കുമ്പോഴേക്കും 1.5 ലക്ഷം രൂപ വരുമാനമുണ്ട്, 1.5 ലക്ഷം ചെലവുണ്ട്, ഏകദേശം ഒരു 50,000 രൂപ ഇദ്ദേഹത്തിന് ബാലൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ 30,000 രൂപ EMI അഫോർഡബിൾ ആണ്. നേരെ പോയി ഇദ്ദേഹം എന്ത് ചെയ്യും? കാറ് വാങ്ങും. അതായത് നോർമൽ സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഇത് ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡേഷനാണ്. കാരണം ഇദ്ദേഹത്തിന് ഓൾറെഡി ഇവിടെ കാറുണ്ട്, പുതിയൊരു കാറ്. ഇപ്പൊ ഈ കാറിന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തുകയാണ് ഈ പറഞ്ഞ ഈ 30,000 രൂപ EMI ആയിട്ട് കൊടുത്തിട്ട് അദ്ദേഹം കാറ് വാങ്ങുന്നത്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ കാറിന്റെ EMI എല്ലാം ഇദ്ദേഹം അടച്ചു പോകും. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു സമ്പാദ്യം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് തൃപ്തിപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വരുമാനം മൊത്തം ഈ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. നമുക്ക് പ്രത്യേകിച്ച് ഒരു സമ്പാദ്യം ഇല്ലാത്ത ഒരു സാഹചര്യം വരും. അതേസമയം നമ്മളെ സംബന്ധിച്ച് നമ്മൾ
അപ്പൊ തൊമ്മിച്ചനും ഈ ഏകദേശം ഈ നമ്മുടെ ജോസിച്ചനെ പോലുള്ള അവസ്ഥ തന്നെയാണ്. ഇദ്ദേഹം മേക്കിംഗ് മണി ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു വരുമാനം വരുന്നത് 1.5 ലാക്ക് തന്നെയാണ്. ഇദ്ദേഹത്തിന് ഇവിടെ സ്പെൻഡിങ് മണി ഇദ്ദേഹത്തിനും ഈ നോർമൽ എക്സ്പെൻസ് വരുന്നത് ഏകദേശം ഒരു 1 ലാക്കോളം വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ തൊമ്മിച്ചൻ എന്താണെന്ന് ചോദിച്ചാൽ മേക്കിംഗ് മണിയിൽ നിന്ന് ഇദ്ദേഹം ആദ്യം ഇദ്ദേഹത്തിന്റെ നോർമൽ എക്സ്പെൻസ്, അതായത് ഇത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതായത് ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, യൂട്ടിലിറ്റി ബില്ല്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഇതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതിനു വേണ്ട തുക ഇദ്ദേഹത്തിന്റെ ഈ മേക്കിംഗ് മണി, അതായത് ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് തന്നെ ഇദ്ദേഹം ആദ്യം കണ്ടെത്തി. അതിനുശേഷം ജോസിച്ചൻ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം വേറെ അടുത്തായിട്ട് ഇവിടെ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ സേവിങ് മണി. അതായത് ഇപ്പൊ നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ പറയാറുള്ള എമർജൻസി ഫണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഇപ്പൊ 1 ലക്ഷം രൂപ ചെലവുണ്ട്. ഇതിൽ നിന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു 50,000 രൂപ വെച്ച് പെർ മന്ത് വെച്ച് ഒരു 12 മാസം അടച്ച് ഇദ്ദേഹം ഒരു 6 ലക്ഷം രൂപ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തു. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു മന്ത്ലി എക്സ്പെൻസ് എന്താണോ അതിന്റെ ഏകദേശം ഒരു 6 മടങ്ങ് തുക ഇദ്ദേഹം ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം ഇൻവെസ്റ്റിംഗ് മണി, അതായത് ഈ പൈസ അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇദ്ദേഹത്തിന് ഏകദേശം ഇവിടെ അത്യാവശ്യം 50,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത 6 ലക്ഷം രൂപ എമർജൻസി ഫണ്ട് ഉള്ളതുകൊണ്ട് ഇദ്ദേഹം ഈ 50,000 രൂപ തന്നെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും ഇവിടെ ഏകദേശം ഒരു 10-60 ലക്ഷം രൂപയുടെ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ തൊമ്മിച്ചന് സാധിച്ചു. അപ്പൊ തൊമ്മിച്ചൻ വൺസ് ഈ ഒരു 60 ലക്ഷം രൂപ തൊമ്മിച്ചന്റെ ആ ഒരു ആവശ്യത്തിനുള്ള ഒരു കോർപ്പസ് ആയി കഴിഞ്ഞപ്പോൾ തൊമ്മിച്ചൻ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് ഒരു ക്യാഷ് ഫ്ലോ ഉറപ്പുവരുത്തി. അതായത് ഈ 60 ലക്ഷം രൂപ വെച്ചിട്ട് ഇപ്പൊ ഒരു 6% ക്യാഷ് ഫ്ലോ ഇദ്ദേഹം ഉറപ്പുവരുത്തണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 30,000 രൂപ ഇദ്ദേഹത്തിന് മന്ത്ലി വരുമാനം കിട്ടും. ഈ എമൗണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. അതായത് ഇവിടെ മേക്കിംഗ് മണി നോർമൽ എക്സ്പെൻസിന് വേണ്ടി അദ്ദേഹം സ്പെൻഡ് ചെയ്തു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഈ സാലറി ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് ഇദ്ദേഹം ഫുൾഫിൽ ചെയ്യാൻ ഇരുന്നില്ല. അതിന് പകരം അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഇദ്ദേഹം ഫുൾഫിൽ ചെയ്യാനിരുന്നത്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ജോസിച്ചനെ നോക്കിക്കഴിഞ്ഞാൽ, നാളെ ഈ ജോസിച്ചനെ സംബന്ധിച്ച് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജോസിച്ചന്റെ കയ്യിൽ റിട്ടയർമെന്റിന് വേണ്ടിയാ, കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയാ, ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യത്തിനും ജോസിച്ചനെ സംബന്ധിച്ച് സമ്പാദ്യമില്ല. കാരണം കിട്ടണ പൈസ മൊത്തം ഇദ്ദേഹം ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരുന്നേച്ച്. പക്ഷെ ഇവിടെ നമ്മുടെ തൊമ്മിച്ചനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊമ്മിച്ചനെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇവിടെ 60 ലക്ഷം രൂപ സേവിങ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുണ്ട്. അതിപ്പോ തൊട്ടിട്ടില്ല. അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൽ നിന്ന് ഒരു ചെറിയൊരു അംശം എടുത്തിട്ടാണ് ഇദ്ദേഹം ഇവിടെ ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചുള്ള EMI ഇദ്ദേഹം അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സമ്പാദ്യമുണ്ട്, അതോടൊപ്പം തന്നെ ഇതിന്റെ EMI ഇദ്ദേഹത്തിന്റെ സാലറി ആയിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വരുന്ന സർപ്ലസ് വീണ്ടും ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റിച്ച് പൂവറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, പൂവർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ പൂവർ ആയിട്ടുള്ള ആൾക്കാരും റിച്ച് ആയിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവര് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഇവരുടെ ലൈഫ് എങ്ങനെയും ഈസിയറാവും, വളരെ ഈസിയാവും. ഇപ്പൊ തൊമ്മിച്ചൻ എന്താ ചെയ്തത്, ഇപ്പൊ വളരെ ഹാർഡാണ്. കാരണം ഇപ്പൊ ഇന്നും നടക്കേണ്ട ആഗ്രഹങ്ങൾ കുറച്ച് നീട്ടി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡാണ്. അത് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർഡാണ്. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ഇപ്പൊ നമ്മുടെ തൊമ്മിച്ചന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായി. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു ക്യാഷ് ഫ്ലോ, ഇദ്ദേഹത്തിന് ഈ ഇൻവെസ്റ്റ്മെന്റ് അസറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചാണ്
തൊമ്മിച്ചൻ കാറെല്ലാം വാങ്ങിയത്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ അദ്ദേഹത്തിന്റെ ജോലി പോയി കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലൈഫ് വളരെ ഈസിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, കാരണം അവിടെ അത്യാവശ്യമായിട്ട് സമ്പാദ്യം അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജോസ്റ്റൻ എന്താ ചെയ്യുന്നത്, പൂവറായിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്, ഇവര് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഈസി ആയിട്ടുള്ള കാര്യം, അതായത് ഇപ്പൊ 1.5 ലാക്ക് സാലറി ഉണ്ട്, അപ്പൊ ഒരു 50,000 രൂപ ബാലൻസ് ഉണ്ട്, അതിൽ നിന്ന് EMI ആയിട്ട് 30,000 രൂപ അടക്കാം, ഈസി. ഇപ്പൊ തന്നെ കാറും മേടിക്കാം, വളരെ ഈസി ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇവരുടെ ലൈഫ് ഹാർഡായിട്ട് വരും. കാരണം ഇത് കഴിഞ്ഞ് കാറ് മാത്രമല്ല, കാർ അസറ്റ് അല്ല, ലൈബിലിറ്റി ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് വരും, ഇദ്ദേഹത്തിന്റെ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ വരും. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം വന്ന സമയത്ത് നമ്മുടെ ജോസിച്ചൻ തകർന്ന് തരിപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോ നമ്മളിപ്പോ ഒരു മരം നട്ട് പതുക്കെ വളർത്തി പിടിച്ച് ഇത് വളർന്ന് ഇതായി, അവിടെ കുറെ ഫലങ്ങളുണ്ടായി. മരം നട്ടുപിടിപ്പിച്ച് ഇതേപോലെ വളർത്തി ഈ ലെവലിൽ എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള കാര്യം. പക്ഷെ വൺസ് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തണലും കിട്ടും, അതോടൊപ്പം തന്നെ ഇതിൽ നിന്നുള്ള ഫ്രൂട്ട്സും കിട്ടും. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ നോർമൽ എക്സ്പെൻസ് ഉണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ഈ നോർമൽ എക്സ്പെൻസ് നമ്മുടെ മേക്കിംഗ് മണി, അതായത് ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് ചെയ്യാം, കുഴപ്പമില്ല. കാരണം അത് നമുക്ക് അതിന് വേറെ ഓപ്ഷൻ ഇല്ല, അത് മാൻഡറ്ററി ആണ്, നമുക്ക് അത് ഒഴിവാക്കാൻ വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് അതിപ്പോ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ ജോസിച്ചൻ കാർ ഉണ്ടായിരുന്നു, അതപ്പം തന്നെ മാറ്റണമെന്ന് നിർബന്ധമില്ല. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കംഫർട്ടായിട്ട് ഈ കാറെല്ലാം വാങ്ങാൻ പറ്റും. ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് ചെയ്യരുത്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ അസറ്റിൽ നിന്ന് ഒരു ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നതാണ്. ഇനി അടുത്ത ആഴ്ച നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ എങ്ങനെ അസറ്റിൽ നിന്ന് മികച്ച രീതിയിലുള്ള ഒരു ക്യാഷ് ഫ്ലോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അടുത്ത ആഴ്ച നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെ കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകളിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി, അതായത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാര്യം അസറ്റിൽ നിന്ന് എങ്ങനെ ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.